IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് രാജ്യം കുറച്ചുനാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും BJP നേതൃത്വത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും അനുയോജ്യമായത്. അടിവസ്ത്ര കമ്പനികൾ പോലും തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് BJP നേതൃത്വം. സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സേവാ സപ്താഹമായി ആചരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സേവനം നടത്തുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ സേവനത്തിന്റെ പേര് പറഞ്ഞ് ഫോട്ടോഷൂട്ടിനായി ലക്ഷങ്ങൾ ചിലവിട്ട സെറ്റിലാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. ഇതിൽ നിന്നും എന്ത് സന്ദേശമാണ് പാവപ്പെട്ട ജനങ്ങൾക്കായി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത്? രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. രാജ്യത്തെ ദരിദ്രർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഏക വ്യക്തി നരേന്ദ്രമോദിയാണ് എന്നാണ് അരുൺ സിംഗ് പറഞ്ഞത്. എന്നാൽ ഈ ആഘോഷ പരിപാടിയിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കൂറ്റൻ സ്റ്റേജുകൾ നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപ ചിലവിട്ട് കാർപ്പറ്റ് വിരിച്ച തറയിൽ വൃത്തിയാക്കിയ മാലിന്യത്തിൽ നിന്നും പ്ലാസ്റ്റിക് പെറുക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന, മാലിന്യത്തിൽ നിന്ന് വരുമാനം കണ്ടെത്തി ദാരിദ്ര്യം മാറ്റുന്ന പാവപ്പെട്ട ജനതയ്ക്ക് മുന്നിലാണ് ഈ പ്രഹസനങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രി കാണിക്കുന്നത്. കഷ്ടപ്പെടുന്നവന്റെ വിഷമം മനസ്സിലാക്കേണ്ടത് അവരിലേക്ക് ഇറങ്ങിച്ചെന്നാണ്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വേദിയിലേക്ക് അഭിനയിക്കാനായി അവരെ വിളിച്ചു വരുത്തിയാൽ വിവരമുള്ള ജനതയ്ക്ക് എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് വ്യക്തമാകുക. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ പണം നൽകി വിലക്കെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക: ചതിച്ചവരെയും വഞ്ചിച്ചവരെയും തള്ളിപ്പറഞ്ഞ ചരിത്രമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുള്ളതെന്ന്. കർമ്മം മറന്ന് പ്രവർത്തിച്ചവർക്കെല്ലാം തിരിച്ചടി ലഭിക്കുന്ന കാലമുണ്ടെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.